ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായി പോയ സിബിൻ, അതായത് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറിയ സിബിൻ്റെ കുറച്ച് പുള്ളി പറഞ്ഞ, അതായത് ഇപ്പോൾ കുറച്ച് മുന്നേ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ പുള്ളി നടത്തിയ ഒരു ലൈവിൽ കുറച്ച് ബിഗ് ബോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പുള്ളി ആ ഒരു ബിഗ് ബോസിൽ നിന്നും പുള്ളിയെ ഇറക്കി വിട്ടതാണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അതായത് ജാസ്മിനെതിരെ ഒരു മോശമായ ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ലാലേട്ടനും ബിഗ് ബോസും ഭയങ്കരമായിട്ട് നമ്മുടെ സിബിനെ വഴക്ക് പറയുകയും ഭയങ്കരമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുകയും പണിഷ്മെൻറ്റ് കൊടുക്കുകയും വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ മാനസികമായിട്ട് സിബിന് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്കാണ് ഈ ലാലേട്ടനാണെങ്കിലും അല്ലെ ബിഗ് ബോസ് ആണെങ്കിലും സിബിൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പോൾ അത് പുള്ളിയുടെ മാനസിക നിലയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും അപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ചൊന്ന് അപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ബിഗ് ബോസ് അവിടെ നിന്ന് എന്തോ ഒരു മരുന്ന് കൊടുക്കുകയും ആ മരുന്ന് പുള്ളി കഴിച്ചതിന് ശേഷം പുള്ളിയുടെ സമനില ആകെ തെറ്റുകയും ചെയ്തു. അങ്ങനെ സിബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പുറത്ത് വന്ന് സിബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്തത്. അതായത് ബിഗ് ബോസിൽ നടക്കുന്നത് കള്ളക്കളികളാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സിബിൻ ലൈവിൽ വന്നിട്ട് കുറേയധികം സത്യങ്ങൾ പറയുകയാണ്. അതായത് സിബിൻ ഇപ്പോൾ പുറത്ത് വന്നെങ്കിൽ പോലും ബിഗ് ബോസിനെ കുറിച്ച് അങ്ങനെ വലിയ മോശമായിട്ടുള്ള രീതിയിലൊന്നും സിബിൻ പറഞ്ഞിരുന്നില്ല. അവിടെ ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും സിബിൻ പുറത്ത് വന്നിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് പോലും പുള്ളി അതിനെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ജാസ്മിൻ്റെ കുറേയധികം ആൾക്കാർ, അതായത് ജാസ്മിൻ്റെ PR വർക്കേഴ്സൊക്കെ കൂടിയിട്ട് സിബിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ഭീഷണിപ്പെടുത്തുകയും പുള്ളിയുടെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ മോശം പറയുകയും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഈ ജാസ്മിൻ്റെ PR വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് സിബിൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സിബിൻ ലൈവിൽ വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത്. അതായത് സിബിനെ കുറിച്ച് ഈ ജാസ്മിൻ്റെ PR വർക്കേഴ്സ് പറയുന്നത് ജാസ്മിൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, അവിടെ നന്നായിട്ടാണ് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു സ്ട്രോങ് ലേഡി ആണെന്നൊക്കെയാണ് ജാസ്മിൻ്റെ PR വർക്കേഴ്സ് പറയുന്നത്. അപ്പോൾ സിബിൻ വന്നിട്ട് ഇപ്പോൾ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേക പരിഗണനയുണ്ട്. കാരണം അവിടെ ഇപ്പോൾ കുറച്ച് ദിവസമാണെങ്കിലും സിബിൻ അവിടെ നിന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന ആ ഒരു ഇത് വെച്ചിട്ട് സിബിന് മനസ്സിലായ കുറേയധികം കാര്യങ്ങൾ സിബിൻ പറയുകയാണ്. അതായത് ജാസ്മിന് അവിടെ എന്ത് വേണമെങ്കിലും പറയാം, പ്രവർത്തിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ജാസ്മിനെ വാണിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ ജാസ്മിന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ജാസ്മിനെതിരെ ആരും തന്നെ ഒന്നും പറയാനോ ബിഗ് ബോസ് അവിടെ അനുമതി നൽകില്ല. കാരണം ബിഗ് ബോസും ഈ ലാലേട്ടനും ഒക്കെ ജാസ്മിനെ കപ്പ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അവർ തീരുമാനിച്ചു കഴിഞ്ഞു ജാസ്മിനാണ് ഈ ബിഗ് ബോസ് സീസൺ 6 കപ്പ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം സിബിൻ പറയുകയാണ്. അതായത് ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഗബ്രിയെ പുറത്താക്കി. കാരണം അതും ഒരു മനഃപൂർവ്വമാണ്. അതായത് ഗബ്രി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു റിലേഷൻ കൊണ്ട് തന്നെ ജാസ്മിനെ വിജയിയാക്കാൻ പറ്റില്ല. കാരണം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ പക്ഷേ ഗബ്രി അവിടെ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ട്, അതായത് പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ്, മനഃപൂർവ്വമാണ് ഗബ്രി അവിടെ നിന്ന് എവിക്റ്റ് ആക്കിയെന്നാണ് സിബിൻ പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു ദിവസം ജാസ്മിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, ജിൻഡോയോട് ഭയങ്കര മോശപ്പെട്ട് സംസാരിച്ചു, മൈക്ക് ധരിക്കാതെയൊക്കെ കിടന്ന ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് സിബിൻ പറയുകയാണ്. ആ ഒരു ദിവസം ഫുള്ള് ജാസ്മിൻ കൺഫെക്ഷൻ റൂമിൽ തന്നെ ആയിരുന്നു. ജാസ്മിൻ അവിടെ പ്രത്യേക പരിഗണനയാണ് കൊടുക്കുന്നത്. പലപ്പോഴും ജാസ്മിനെ കൺഫെക്ഷൻ റൂമിൽ വിളിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ അവിടെ പ്രത്യേകം ലെറ്ററുകൾ വരാറുണ്ട്. ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേകം എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ജാസ്മിന് വരാറുണ്ടെന്നാണ് സിബിൻ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 24 hours ഈ ഒരു ലൈവ് 24/7 ഈ ലൈവ് കാണുന്നവരുണ്ടാവും. അത് കൂടാതെ ഏഷ്യാനെറ്റിൽ രാത്രിയിൽ ഇതിൻ്റെ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും ഇതിൻ്റെ എപ്പിസോഡുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാ പ്രേക്ഷകർക്കും അറിയില്ല. അപ്പോൾ ലൈവ് കാണുന്നവർക്കാണെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാവും. പക്ഷേ അവിടെ പോയ ഒരു കണ്ടസ്റ്റൻറ്റ് എന്ന നിലയ്ക്ക് സിബിൻ പറയുന്നത് അവിടെ നടക്കുന്നത് മൊത്തം കള്ളക്കളികളാണ്. അതായത് ജാസ്മിൻ അവിടെ ബിഗ് ബോസ് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ എപ്പോഴും കൺഫെക്ഷൻ റൂമിൽ വിളിക്കും, ജാസ്മിന് കത്തുകൾ വരാറുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ജാസ്മിൻ അവിടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പുറത്തുള്ള PR വർക്കേഴ്സ് ഉൾപ്പെടെ റെഡിയാണ്, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം റെഡിയാണ്. അപ്പോൾ സിബിൻ പറയുന്നത് ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെയുള്ള ചില ആൾക്കാരാണ് ഇതിന് മെയിനായിട്ട് നിൽക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് അവിടെ എന്ത് നടക്കണം, ഏത് കണ്ടസ്റ്റൻ്റ് അവിടെ നന്നായിട്ട് നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയുള്ളവരാണ്.
അപ്പോൾ സിബിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു തുറന്ന പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അഖിൽ മാരാർ പറഞ്ഞ ചില സംഭവങ്ങളാണ്. കാരണം അഖിൽ മാരാർ പറഞ്ഞിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് ലേഡീസ് കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയുള്ള ചില വ്യക്തികൾ പറയുന്നത് പോലെ ഒക്കെ അനുസരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിനുമായിട്ട് അങ്ങനെ എന്തൊക്കെയോ ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാസ്മിനെ ജയിപ്പിക്കാനും ജാസ്മിന് കപ്പ് കൊടുക്കാനും ഇപ്പോൾ ഓൾറെഡി അവർ തയ്യാറായി തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ. കാരണം കള്ളത്തരവോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിന്ന് ഒരു ഗ്രൂപ്പിലും കൂടാതെ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അപ്പം നമ്മൾ കുറേ അധികം ആൾക്കാർ പുറത്ത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസും അതുപോലെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ഏഷ്യാനെറ്റും അല്ലെങ്കിൽ ലാലേട്ടനും ഒക്കെ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഗബ്രി അവിടെ നിന്ന് എവിക്റ്റ് ആക്കിയത്. കാരണം ഗബ്രി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഗബ്രിയെ പുറത്താക്കി. ഇപ്പോൾ ജാസ്മിൻ ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം റസ്മിനും ജാസ്മിനും തമ്മിലുണ്ടായ ഒരു ചെറിയൊരു ഫൈറ്റിൽ റസ്മിൻ ജാസ്മിൻ്റെ നേരെ എന്തോ തട്ടുകയോ അടിക്കുകയോ എന്തോ ചെയ്തതിൻ്റെ പേരിൽ കൺഫെക്ഷൻ റൂമിൽ വിളിക്കുകയും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതേസമയം നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ ജിൻഡോയാണ് ജാസ്മിൻ അടിച്ചിരുന്നെങ്കിൽ ആ സെയിം സ്പോട്ടിൽ തന്നെ ജിൻഡോയെ പുറത്താക്കിയും അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നേനെ. അതുപോലെ തന്നെ ഈ ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്ന ഒരു സീൻ, ജയിലിൽ വെച്ച് അടിക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെതിരെ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ യാതൊന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ജാസ്മിന് അവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം ജാസ്മിനും ബിഗ് ബോസിലുള്ള ചില ആൾക്കാരും തമ്മിൽ എന്തൊക്കെയോ ഡീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ജാസ്മിൻ ഇത്രയും സപ്പോർട്ടും ജാസ്മിന് കപ്പ് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ പുറത്ത് ജാസ്മിന് കുറേ PR വർക്കേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ജാസ്മിനെതിരായിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് നമ്മളെ ചീത്ത പറയുകയും നമ്മൾക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിബിനും അത് തന്നെയാണ് പറയുന്നത്. സിബിൻ പറയുന്നത് നിങ്ങൾ PR വർക്കേഴ്സ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തോ, ജാസ്മിന് കപ്പ് മേടിച്ചു കൊടുത്തോ, അതിനൊന്നും ഒരു പരാതിയില്ല. പക്ഷെ വെറുതെ എനിക്ക് വന്ന് മെസ്സേജ് അയക്കാനും എൻ്റെ വീട്ടുകാരെ പറയാനും അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നാണ് സിബിൻ പറയുന്നത്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഇതുപോലെയുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇനിയും കുറേ അധികം സത്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചും അതുപോലെ അവിടെ നടക്കുന്ന കുറേ അധികം കള്ളക്കളികളെ കുറിച്ചും ഞാൻ പറയും. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് സിബിൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിബിൻ്റെ ഈ ഒരു ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് 100% കള്ളക്കളിയാണ് അവിടെ നടക്കുന്നത്. ഫുൾ എഡിറ്റഡ് പരിപാടിയാണ്. അവരവിടെ തീരുമാനിക്കുന്ന പോലെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു നല്ല സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയല്ല. എങ്കിൽ പോലും നമ്മൾ ഇത്രയും നാളും ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ചാനൽ, നല്ല രീതിയിലുള്ള ഒരു ചാനലെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടി തുടങ്ങി, ഈ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. അവിടെ കള്ളക്കളികളും അതുപോലെയുള്ള ഒരുപാട് പരിപാടികളും നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും അഖിൽ മാരാർ പറഞ്ഞത് എന്തായാലും 100% സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിബിൻ പറയുന്നത് ഇനിയും സിബിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ജാസ്മിൻ്റെ PR വർക്കേഴ്സ് വന്നിട്ട് ചൊറിയാൻ നിൽക്കുവാണെങ്കിൽ സിബിൻ എല്ലാം അങ്ങ് തുറന്ന് പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടറിയാം ഇനി സിബിൻ എന്തൊക്കെ സത്യങ്ങളാണ് വെളിപ്പെടുത്താൻ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.